ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് കോഴിക്കോട് നമ്മുടെ ഓഫീസിലുള്ള എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഓഫീസ് ഈവനിങ് വരെ ഉണ്ട്. ഞാൻ ആഫ്റ്റർനൂണാണ് എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത് പോവും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ്, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് എണീക്കും. രാവിലെ തന്നെ എണീറ്റ് ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല, അതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ കുടിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ തന്നെ എവിടെ നിന്ന് കഴിക്കണമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ച്, ഇന്ന് വേറൊരു നമ്പറിൽ ഇന്നലെ ഒരു പുതിയ ആളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് നമ്മുടെ ഈ ഒരു ഏരിയയുടെ ഈ ഒരു വഴിയുടെ ഓപ്പോസിറ്റ് തന്നെ കുറച്ചിങ്ങനെ ചായക്കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ ഇടിയപ്പം, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു എനിക്ക്. അവൾ അപ്പം, ഇടിയപ്പം, കുറുമ അങ്ങനെ എന്തൊക്കെയായിരുന്നു മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇവിടുത്തെ, ജസ്റ്റ് ഒരു ഓക്കെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാത്തിനും അതെ ബില്ല് വേണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിനോട് ഈ കടയിൽ ബില്ലില്ല, അപ്പോൾ ബില്ല് എഴുതി തന്നെയായിരുന്നു, നമുക്ക് ഓഫീസിൽ ഇനി കൊടുക്കാനുള്ളതാണല്ലോ. അങ്ങനെ അത് ഭക്ഷണമൊക്കെ മേടിച്ചു. അപ്പോൾ രാവിലെ തന്നെ നേരെ രീതിയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ആക്ച്വലി ഇന്നലെ തന്നെ എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇട്ട ഡ്രസ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി വന്നത് കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫീസിലൊരു 9 മണി കഴിയും, 9:10 എന്തായാലും എത്തും. അങ്ങ് ആ ഒരു സമയത്തിനേക്കുള്ളിൽ നേരത്തെ എത്തും. ഓഫീസ് ടൈം 9:30 ആണെങ്കിലും ഞാൻ നേരത്തെ എത്താറുണ്ട് ഡെയിലി. അപ്പോൾ ഇന്ന് ഏതായാലും നേരത്തെ കറക്റ്റ് സമയത്ത് തന്നെ ആയിരിക്കും എത്തണത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഫസ്റ്റ് തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഗെറ്റ് റെഡിയാണ് കേട്ടോ. നമ്മൾ ഡെയിലി പോകുമ്പോഴത്തേക്കും നമ്മൾ വലിച്ചു വാരി അങ്ങനെയൊന്നുമില്ല, ഒരു സിമ്പിൾ ഗെറ്റ് റെഡിയാണ്. അങ്ങനെ റെഡിയായി. അപ്പോൾ ഇന്ന് എൻ്റെ റൂമിൽ ഒരു പുതിയ ആളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനും പുതിയൊരാളും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് റൂമിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതേ റെഡിയായി. അപ്പോൾ അവളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്. കാണുന്നുണ്ട്, വെട്ടം കാണല്ലേ, കൊള്ളാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവർ 3 പേരും ഓൾറെഡി റെഡി ആയിട്ടുണ്ടായി. നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്, കാരണം നമുക്കിനി എപ്പോഴും വന്ന സ്ഥലമല്ലല്ലോ, ഒന്നും കൂടെ തന്നെ ലഗേജും കാര്യങ്ങളും കബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. എനിക്ക് എപ്പോഴും എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു മറവിയുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓഫീസ് എത്തി. അപ്പോൾ പെട്ടെന്ന് ഈ 5 ദിവസം പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ കമ്പനിയായി വന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ പോണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ അവരുടെ ബയോമെട്രിക് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കിവിടെ ഈ ഒരു ഓഫീസിലില്ല, എനിക്ക് കൊച്ചിൻ ബ്രാഞ്ചിലാണ് ഉള്ളത് അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വാട്ടറൊക്കെ ഫില്ല് ചെയ്തെടുത്തു. കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ചെറിയല്ലേ ഞാനുള്ളൂ. ഞാൻ അങ്ങനെ വെള്ളം കൂടി കുറച്ച് കുറവുള്ള ആളാണ്. അങ്ങനെ ഞാൻ ഫില്ല് ചെയ്തെടുത്തു. പിന്നെ നേരെ നമ്മുടെ വർക്ക് സ്റ്റേഷനിലേക്ക് പോയി. വർക്ക് ഉണ്ടായിരുന്നു ഇനി ഉച്ചയ്ക്ക്, കാരണം നമ്മുടെ ഓഫീസ് വർക്കിംഗ് ടൈം ഈവനിങ് വരെയാണല്ലോ. അതിനുള്ളിൽ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഉച്ചയ്ക്ക് ഉള്ളിൽ ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് പോകുമ്പോഴത്തേക്കും റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ഫോണിലായിരിക്കും. പിന്നെ അവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് ഹറിബറി ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഇപ്പോൾ ടൈം ഒരു 1:15 ഞാൻ ഓഫീസിൽ നിന്ന് ധൃതി പിടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. എല്ലാവരോടും മര്യാദയ്ക്ക് യാത്ര പോലും പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ രണ്ടുപേരൊന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 11:30 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. 1:15 അത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ. പക്ഷെ എനിക്കാണെങ്കിൽ ആ 1 മണിയായപ്പോഴത്തേക്കും ചോദിച്ചിറങ്ങിയാൽ മതിയായിരുന്നു. ഞാനും ആ സമയത്ത് ആ ചിന്തയെ വന്നില്ല. അങ്ങനെ 1:15 ഇറങ്ങി.
പിന്നെ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷൻ എത്തിയെന്ന് പറയാം. റോഡ് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക്. തൗഫീക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ട്രെയിനെങ്കിലും കിട്ടണത്. ഞാൻ ട്രെയിനിൽ എത്തിക്കഴിഞ്ഞ് അപ്പം തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിട്ട് ഓൾറെഡി ട്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ടായി. ഞാനോർത്ത് അയ്യോ ഇന്ന് ശനിയാഴ്ച ആളൂ, ഇന്നിനി പോകാൻ വേണ്ടി പറ്റൂല, ഇനി നാളെ പോകേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ അത്ര ടെൻസ്ഡായിപ്പോയി. പിന്നെ അടുത്ത ടെൻഷൻ എന്താ വെച്ചാൽ എൻ്റെ ഫോണിലാണെങ്കിൽ വെറും 2% ഉണ്ടായിരുന്നുള്ളൂ ചാർജ്. പേഴ്സണൽ ഫോണിൽ നമുക്ക് ഗൂഗിൾ പേ കാര്യങ്ങൾ ഒക്കെ എടുക്കണമെങ്കിൽ, കാരണം എൻ്റെ കയ്യിൽ അല്ലാതെ ലിക്വിഡ് മണി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അയ്യോ ഇനി ഫോൺ ചാർജ് ചെയ്യണം, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഫുഡ് കഴിക്കണം, എനിക്ക് വിശക്കണമുണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹറി പറയാറുണ്ട് കേട്ടോ ആ പോരണ ഒരു സമയം. എനിക്കത് വേണമെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടുമില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എന്നാലും ആ ഒരു സമയം അങ്ങനത്തെ ഒരു ക്രാങ്കി ഒരു സമയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ടയേർഡ് ആകുമ്പോഴത്തേക്കും തോന്നില്ല കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇരിക്കാം, ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും എണീക്കാതെ അങ്ങനെ തോന്നും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴൊന്നും എൻ്റെ സ്റ്റേഷൻ എത്തല്ലേ, ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കൂടെ എനിക്കിങ്ങനെ കിടന്ന് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ എത്തിയാൽ മതി. കാരണം എൻ്റെ ഷോൾഡർ ബാഗും ഭയങ്കര വെയിറ്റ്, ലാപ്പ് ബാഗും വെയിറ്റ്, എൻ്റെ ഒരു കവറും ഉണ്ട്. എല്ലാം കൂടി ഞാൻ എങ്ങനെയൊക്കെയാണ് തൗഫീക്ക് എനിക്ക് വെച്ച് തന്നേക്കുന്നത്, അതൊക്കെ എടുക്കാനൊക്കെ മടിയാവണം. അങ്ങനത്തെയൊക്കെ ഒരു മൂടായിരുന്നു കേട്ടോ എൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ഈ വാഫിൾസ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാഴ്ചയൊക്കെ കണ്ട് ഒരു വാഫിൾസ് ചോക്ലേറ്റിൻ്റെ ആയിരുന്നേ ഫ്ലേവർ, കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച്. ഈ പ്രാവശ്യം ഞാൻ അടുത്തിരിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാകാനുള്ള ആ ഒരു ഇതായിരുന്നില്ല, ആരോടും അങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ മിണ്ടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം നോക്കി കുറച്ച് നേരം കിടന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്ന സമയം 6 o'clock ആകുമ്പോഴത്തേക്കും എത്തുമെന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കൊണ്ട് 4 മണിക്ക് എത്തും എന്ന് പറയുമ്പോഴും ഞാൻ പറയും ഇല്ലല്ലോ 6 മണിയല്ല. ഞാൻ അത്ര പോലും അതിനെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റേഷൻ എത്തും. അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയായിരുന്നു ഉമ്മ ചോദിച്ചിട്ടുണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ചില സമയത്ത് റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വീട്ടിൽ വിളിക്കുന്നുണ്ട്, റേഞ്ച് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രാവശ്യം, അതായത് പോണേനെക്കാട്ടി സ്പീഡിൽ തിരിച്ചു വന്നല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പം ട്രെയിനിൽ കയറി ഇരുന്നുള്ളൂ. അപ്പം തന്നെ സ്റ്റേഷനായ പോലെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആലുവ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഐഷ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉമ്മിയുടെ വീട്ടിലായിരുന്നു, ഉമ്മി മീൻസ് ഉമ്മാടെ വീട്ടിലായിരുന്നു. അപ്പം ഞാനും എന്നെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. കൈപ്പറയാണ് കേട്ടോ പ്ലേസ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഊഞ്ഞാലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഇങ്ങനെ ഊഞ്ഞാല ആടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അവരൊക്കെ അവിടെ ഷട്ടിലും പിന്നെ ബാക്കിയുള്ള കളിയിലൊക്കെ ആയിരുന്നു. ഞാൻ ഷട്ടിലൊന്നും കളിക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല ഞാനപ്പോൾ അവരുടെ കളിയൊക്കെ കണ്ട് പുറത്തെല്ലാവരും വർത്താനം പറഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ വന്നാലും ഇത് എല്ലാവരും ഇങ്ങനെ പുറത്ത് വർത്താനം പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഊഞ്ഞാലാടി. അപ്പം അതിൻ്റെ ഇടയിൽ ഐറയുണ്ട്, ഐഷയും പൊന്നും എല്ലാവരും ഉണ്ട്. ഇപ്രാവശ്യം പൊന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിലൊക്കെ. അപ്പോൾ അത് അവിടെ തകർപ്പനായിട്ടുള്ള ഷട്ടിൽ കളി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും മഹരിബ് ആവാനായിട്ടുണ്ടായിരുന്നു, മഹരിബ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് വേപ്പിലൊക്കെ പറിച്ച് തന്നു. ഇവിടെ നിന്നുണ്ടല്ലോ അങ്ങ് വേപ്പില വീട്ടിൽ കൊണ്ടുപോകാൻ, നമ്മുടെ അവിടെ വേപ്പിലയൊന്നും ഇല്ല. അപ്പോൾ അതേ വേപ്പിലയൊക്കെ പറിച്ചെടുത്ത് നല്ല ഫ്രഷ് വേപ്പില. എനിക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒരുപാട് വേപ്പില വേണം കറിയിലിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേരും അത്രയും കുറെ കൊണ്ടിട്ടിരുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടൈം രാത്രിയായി. പിന്നെ ഞങ്ങൾ ലുഡു കളിച്ച്, അമ്മൂക്ക് ലുഡു കളിക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും അമ്മൂനെ വെട്ടി അവളുടെ ആ മുഖം കാണാൻ വേണ്ടിയായിരുന്നു. ഇപ്രാവശ്യം അമ്മൂ നന്നായിട്ട് കളിച്ച് എന്നെ വെട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ അത് ഞങ്ങളുടെ ഡിന്നറൊക്കെ സെർവ് ചെയ്ത് വെച്ച് ഡിന്നറൊക്കെ കഴിച്ചു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ അതേ തിരിച്ച് വീട്ടിൽ പോവും. ഹലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമെത്തി. ഇപ്പോൾ ടൈം ഒരു 11:55 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30 ആയപ്പോഴത്തേക്കും ഉമ്മയുടെ അവിടെ നിന്ന് എത്തി. പിന്നെ കുറച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ, അതായത് അറേഞ്ച് ചെയ്യാൻ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു 1 വീക്ക് കാലിക്കറ്റ് പോയിട്ട് പെട്ടെന്ന് പോയി വന്നതുപോലെ എനിക്ക് തോന്നി കേട്ടോ. പോയതും വന്നതും ഒരുപോലെ തോന്നി. ആക്ച്വലി ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ കാലിക്കറ്റ് പോകണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഡബിൾ മൈൻഡിലായിരുന്നു, പോണോ വേണ്ടേന്ന്. പക്ഷെ പോയത് എന്തായാലും ഞാൻ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്നൊന്നും മാറി എവിടെയും നിന്നിട്ടില്ല. എൻ്റെ വീട്, അക്കുഴ വീട്, അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ
നിന്നിട്ടേ ഉള്ളൂ. പുറത്തങ്ങനെ ഒന്നും എവിടെയും പോയി നിന്നിട്ടില്ല. പക്ഷെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ആ പോരുന്ന സമയം ഞങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കമ്പനി ആയവൻ്റെ സമയമായിരുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റാഫ്സൊക്കെ ആയിരുന്നല്ലോ അക്കോമഡേഷനിലൊക്കെ ഉള്ളത്. ആ ഒരു സമയമായപ്പോഴത്തേക്കാണ് അദ്ദേഹം തിരിച്ച് പോകുന്നത്. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇന്നായിരുന്നു ഇവാലുവേഷൻ, അതായത് ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നായിരുന്നു ഇവാലുവേഷനൊക്കെ ആഫ്റ്റർനൂൺ. പിന്നെ ആ പോരുന്ന നേരം ഇന്നൊരു ഉച്ച നേരമായപ്പോഴത്തേക്കും നല്ല ഹറിബറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.